ശ്രീകുമാരൻ കൂടി ചേരുന്നു. അവിടെ അട്ടപ്പാടി ഇരുട്ടിലാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. കനത്ത മഴയാണ്. അടുത്ത 24 മണിക്കൂർ അട്ടപ്പാടിയിൽ വൈദ്യുതി തടസ്സപ്പെട്ടിട്ട് പോയി 24 മണിക്കൂറിൽ കനത്ത മഴയിലും കാറ്റിലും 33 kV ലൈനിൽ മരം വീണു. താവളത്ത് വീട്ടിയൂർ ഭാഗത്ത് വൈദ്യുതി ലൈൻ വീണത്. എന്തായാലും അതിപ്പോൾ പരിഹരിക്കപ്പെട്ടോ ചോദിക്കാം. ശ്രീകുമാരൻ, 24 മണിക്കൂറല്ല അതിൽ കൂടുതലായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്നുണ്ടോ? മഴയുടെ അവസ്ഥ എന്താണ് പാലക്കാട് പൊതുവിൽ? പല മേഖലകളിലും, അതായത് മലയോര മേഖലയിൽ എന്ന് വേണ്ട, നഗരമേഖല എന്ന് വേണ്ട എല്ലാ മേഖലയിലും ശക്തമായ മഴ ഉച്ചവരെ കാര്യമായ രീതിയിൽ തന്നെ പെയ്തിരുന്നു. നമ്മൾ നിൽക്കുന്ന പാലക്കാട് നഗരത്തിലടക്കം ശക്തമായ മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടിയാണ് അട്ടപ്പാടി മേഖലയിൽ ഇത്തരത്തിൽ മഴ തുടങ്ങിയത്. ഇത്തരത്തിൽ അട്ടപ്പാടി മേഖലയിൽ ഈ മഴ തുടങ്ങി അതിനുശേഷമാണ് ഈ താവളത്ത് വലിയ മരം വൈദ്യുതി പോസ്റ്റിന് മുകളിലേക്ക് കടപുഴകി വീഴുന്നത്. രാത്രിയോടുകൂടി കറണ്ട് പൂർണ്ണമായി പോയി. അത് രാത്രി തന്നെ പരിഹരിക്കാനുള്ളൊരു ശ്രമം നടത്തി. മുക്കാലിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ നിന്നുമൊക്കെ, ഷൊളയൂരിൽ നിന്നുമൊക്കെ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ, KCB ജീവനക്കാരെത്തി പരിശ്രമം നടത്തി. പക്ഷേ എന്നിട്ടും അത് സ്ഥാപിക്കാൻ, വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇപ്പോഴും മഴ അട്ടപ്പാടിയുടെ പല മേഖലകളിലും പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഒരു പരിധിവരെ ഇപ്പോൾ ചില മേഖലകളിൽ കറണ്ട് വന്നു എന്ന് പറയുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. അല്പസമയത്തിനകം, ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ ഈ വൈദ്യുത ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് KCB പങ്കുവയ്ക്കുന്നത്. അട്ടപ്പാടിയിൽ മാത്രമല്ല പ്രശ്നം. രാവിലെ മുതൽ തന്നെ പട്ടാമ്പി, ചാലിശ്ശേരി മേഖലകളിൽ നിന്നടക്കം ആളുകൾ വിളിക്കുകയാണ്. ചാലിശ്ശേരിയിൽ പൂർണ്ണമായി, ഒരു മേഖല പൂർണ്ണമായി ഇരുട്ടിലാണ് എന്നാണ് ആ മേഖലയിലുള്ള ആളുകൾ പറയുന്നത്. അത് ഏതാണ്ട് ഒരു 16 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ കറണ്ട് പൂർണ്ണമായി പോയിട്ട് അർദ്ധരാത്രിയോടുകൂടി പോയ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. അതും അവർ പറയുന്നത് 1 മണിക്കൂർ നേരം കഴിയട്ടെ എന്നിട്ട് നമുക്ക് നേരെയാക്കാമെന്നാണ്. KCBയിലേക്ക് വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുന്നില്ല, അവർ റിസീവർ എടുത്ത് മാറ്റിവെച്ചിരിക്കുന്നു എന്ന പരാതിയൊക്കെ സ്ഥിരമായി നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും വൈദ്യുത ബന്ധമാണ് ഇപ്പോൾ പരമാവധി ഇത്തരത്തിൽ തകർക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഉടൻ തന്നെ നേരെയാക്കാൻ കഴിയുമെന്ന് KCB പറയുന്നുണ്ട്. മഴയിൽ മറ്റു നാശനഷ്ടങ്ങളൊന്നും തന്നെ പാലക്കാട് ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് ആശ്വാസകരമാണ്. ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മറ്റു തരത്തിൽ മലയോര മേഖലകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. ഹാഷ്മി. ശ്രീകുമാരൻ പാലക്കാട്ടെയും അട്ടപ്പാടിയും വിവരങ്ങൾ നൽകിയായിരുന്നു. XY സാപ്പ് എന്ന പക്ഷം പറയുന്നത് 5 ജില്ലകളിൽ റെഡ് അലർട്ട്, 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ദാറ്റ് മീൻസ് നാളെ കേരളം നനഞ്ഞു കുളിക്കും. എല്ലായിടത്തും ഓൾ 14 ഡിസ്ട്രിക്ട്സ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മഴയുണ്ട്, മഴ തുടങ്ങിയെന്നുള്ളതാണ് കിട്ടുന്ന സ്ഥിരീകരണം. മഴ നാളെ കൂടുതൽ ശക്തമാകും. നമ്മൾ ജാഗ്രതയോടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നതേ ഉള്ളൂ, അല്ലാതെ ഭയക്കേണ്ട കാര്യം അതിനകത്തില്ല. എന്തായാലും കണ്ണൂരിൽ റെഡ് അലർട്ടാണ്. കനത്ത മഴ തുടരുന്നു. ജില്ലയിലെ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺ, ഉച്ചകഴിഞ്ഞ് കണ്ണൂരിലെ മലയോര മേഖലയുടെയും അല്ലാത്തെയും ഒക്കെ ഒരു പൊതു സാഹചര്യം, പൊതുചിത്രം എന്താണ് അരുൺ? കശ്മീർ, കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ടാണ്. അതിതീവ്ര മഴക്കാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. ഇന്ന് രാവിലെ മുതൽ പലയിടങ്ങളിലായി ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇത് റെഡ് അലേർട്ടിൻ്റെ സാഹചര്യം, അത്രത്തോളമുള്ള മഴ എവിടെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായും പയ്യന്നൂർ, അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് താലൂക്കുകളാണ് കൂടുതൽ മഴ പെയ്തതെന്നാണ് ലഭിക്കുന്ന കണക്കുകൾ. മലയോര മേഖലയിലേക്കാൾ തീരദേശ മേഖലയിലാണ് മഴ പെയ്തതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യമായ മഴക്കെടുതികൾ കണ്ണൂർ ജില്ലയിൽ എവിടെയും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയുടെ മുന്നിൽ അവിടെ ഒരു മരം കടപുഴകി വീണ് ബൈക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യമായ എന്തെങ്കിലും മഴക്കെടുതികളോ അല്ലെങ്കിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യമോ നിലവിൽ കണ്ണൂർ ജില്ലയിൽ എവിടെയും ഉണ്ടായിട്ടില്ല. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ നൽകിയിരുന്നു. ഈ കണ്ണൂർ നഗരപ്രദേശത്തും സമീപത്തും ഈ മഴ ശക്തമായി തുടരുന്നതിനാൽ ഈ വളപട്ടണ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. അതിൻ്റെ വളപട്ടണ പുഴയുടെ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം, പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മലയോര മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ ഉണ്ടാകും എന്നതാണ് മുന്നറിയിപ്പ്. അങ്ങോട്ടുള്ള യാത്രകൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും പ്രത്യേക സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. താലൂക്ക് തലങ്ങളിലൊക്കെ ഇന്നലെ തന്നെ ഈ കൺട്രോൾ റൂമുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ നേരത്തെ തന്നെ അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോറി ഖനനത്തിനൊക്കെ നിരോധനം ഏർപ്പെടുത്തുന്നത്. അങ്ങനെ പൊതുവെ ജില്ലയിലാകെ ജാഗ്രതാ നിർദ്ദേശമുണ്ട് റെഡ് അലേർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ. അടുത്ത ദിവസവും അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. പക്ഷേ എവിടെയും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി കൂടുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. കാരണം റെഡ് അലർട്ടാണ് കണ്ണൂർ. നാളെ കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട് താനും. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ മഴ കൂടുതൽ കനക്കും.